പ്രഭാതമുണരും പ്രഭാതമുണരും ഹിമമയഗിരിയിൽ പ്രണവധ്വനി തൻ പ്രദക്ഷിണം ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ പ്രദോഷമണയും ജപജലധികളിൽ പ്രഭാമയം തവ പ്രദക്ഷിണം 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 പ്രപഞ്ച മന്ദിര ഗോപുര നടയിൽ നിരാമയം ദിനം പ്രദക്ഷിണം പ്രസാദ കുങ്കുമ തിലകം ചാർത്തും ജീവിത നടയിൽ പ്രദക്ഷിണം ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുനലൂർ റോഡിനരികിലായി വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം കാണാം. ഹരിസ്വരൂപനായ അനന്തന്റെ മണ്ണിലേക്കുള്ള യാത്രയാണിനി. സ്ഥിതിയുടെ നാഥനായ മഹാവിഷ്ണു സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. മനുഷ്യനിലും പ്രകൃതിയിലും സർവജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യം അതാത് യുഗങ്ങളിൽ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി അവതാരം കൈക്കൊള്ളുന്നു. അനന്തശായിയായ ഭഗവാന്റെ ശരീരഭാഗം പോലെ തന്നെയാണ് സാക്ഷാൽ അനന്തമൂർത്തി. ഭഗവാന്റെ പുഞ്ചിരിയിൽ അനാദിയായ കാലം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യുഗങ്ങൾ മാറി മാറി വരുന്നു. അങ്ങനെ ഓരോ യുഗങ്ങളിലെയും ധർമ്മപരിപാലനം ഭഗവാനിൽ കൂടിയാണ് സംഭവിക്കുന്നത്. ആദിയുഗങ്ങളിൽ ദേവാദിദേവന്മാർ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നു. പക്ഷേ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണെങ്കിലും കലിയുഗത്തിലെ കാണപ്പെട്ട ദൈവമാണ് നാഗദൈവങ്ങൾ. വിഷ്ണു സാന്നിധ്യമുള്ള സാക്ഷാൽ അനന്ത ഭഗവാനാണ് ആദിമൂലം വെട്ടിക്കോട്ട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ദൈവം എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓംകാര പൊരുളും സർവലോകേശനുമായ വിഷ്ണു ഭഗവാൻ തന്റെ പൂർണ്ണരൂപത്തിൽ പാലാഴിയിൽ പള്ളികൊള്ളുന്നു. അനന്തശായിയായ അവിടുത്തെ അവിഭാജ്യ ഘടകമാണ് സാക്ഷാൽ അനന്തമൂർത്തി. മനുഷ്യനെ കിടക്കയെന്ന പോലെയല്ല ഭഗവാന് അനന്തൻ. തന്റെ ദിവ്യമംഗലമൂർത്തി പൂർത്തിയാകുന്നത് അനന്തശായി എന്ന രൂപത്തിലാണ്. അതുകൊണ്ടാവാം വിഷ്ണു ഭഗവാൻ തന്നെയാണ് അനന്തനെന്ന് പുരാണാദികൾ ഉദ്ഘോഷിക്കുന്നത്. ഭക്തലോക പാലനത്തിനായി
പല രൂപങ്ങളിൽ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള മഹാവിഷ്ണു കലിയുഗത്തിലെ വരദായകനായി അനന്തന്റെ രൂപത്തിൽ ഭൂമിയിൽ കുടികൊള്ളുന്നു. നാനാദേശങ്ങളിൽ വിവിധ ദേവതകളായി വാഴുന്നതും വാസ്തവത്തിൽ അവിടുത്തെ വൈഭവം തന്നെയാണ്. കലിയുഗത്തിലെ കാണപ്പെട്ട ദൈവമാണ് നാഗരാജാവ്. ദേവാദിദേവനാണ് വിഷ്ണു എന്നതുപോലെ നാഗാധിരാജനാണ് സാക്ഷാൽ അനന്ത ഭഗവാൻ. കശ്യപ പ്രജാപതിക്ക് കദ്രു എന്ന പത്നിയിൽ ജനിച്ച പുത്രരായ 8 നാഗരാജാക്കളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്തഭഗവാനെ തനതായ രൂപത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമേ കേരളക്കരയിലുള്ളൂ. അതത്രേ വെട്ടിക്കോട്ട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ നാഗാരാധനയുടെ പരമപ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. വിഷ്ണുവിന്റെ അവതാരമൂർത്തിയായ ശ്രീ പരശുരാമൻ ബ്രാഹ്മണർക്ക് വസിക്കുവാനായി മഴുവെറിഞ്ഞ് കടലിനെ അകറ്റി കേരളക്കരയുണ്ടാക്കി. എന്നാൽ തുടക്കത്തിൽ ഇവിടെ മനുഷ്യജീവിതം അസാധ്യമായിരുന്നു. ഭൂതലമാകെ പാമ്പുവർഗങ്ങളെ കൊണ്ടും ജലമെല്ലാം കടലുരുകൊണ്ടും നിറഞ്ഞു. ഈ ദുസ്ഥിതി കണ്ട് മനം നൊന്ത പരശുരാമൻ ശ്രീ പരമേശ്വരനോട് സങ്കടമുണർത്തിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാക്ഷാൽ അനന്തനു മാത്രമേ കഴിയൂ എന്ന് പരമശിവൻ അരുളി ചെയ്തു. അതനുസരിച്ച് പരശുരാമൻ ഗന്ധമാദന പർവ്വതത്തിൽ പോയി ഘോര തപസ് ചെയ്തു. അനന്തഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി സങ്കടമറിയിച്ചു. അതേ തുടർന്ന് പരമകാരുണ്യകനായ അനന്തൻ തന്റെ അനുയായികളായ സർപ്പദൈവങ്ങളെ അയച്ച് അവരുടെ ഉച്ഛ്വാസവായുകൊണ്ട് ജലത്തിലെ കടലോരു മാറ്റുകയും പാമ്പുവർഗങ്ങളെയെല്ലാം പാട്ടിലാക്കുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായി ശ്രീ പരശുരാമൻ അസുരശില്പിയായ മയനെ കൊണ്ട് ഒരു അനന്ത വിഗ്രഹമുണ്ടാക്കിച്ചിട്ട് താൻ തന്നെ അതിൽ അനന്തസ്വാമിയെ ആവാഹിച്ച് വെട്ടിക്കോട്ട് പ്രതിഷ്ഠിച്ചു. ഈ മംഗളകർമ്മത്തിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വെട്ടിക്കോട്ട് നാഗരാജാവ് ബ്രഹ്മവിഷ്ണു മഹേശ്വര തേജസ്സുകളുടെ സമ്മൂർത്ത രൂപമായി. വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആരാധന രീതികൾ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലേക്കാളും വ്യത്യസ്തമായ രീതിയിൽ കണ്ടുപോകുന്നു. പ്രഭാതത്തിൽ നട തുറന്ന് ശുദ്ധജലം, ഇളനീർ, പാല് മുതലായ കൊണ്ടുള്ള അഭിഷേകത്തിന് ശേഷം ഉഷപൂജയും തുടർന്ന് ഉച്ചപൂജയും ഇവിടെ നടക്കുന്നു. എന്നാൽ സർപ്പങ്ങൾക്ക് അത്താഴപൂജ പതിവില്ല, ദീപാരാധനയും പതിവില്ല. ഭഗവാന്റെ തിരുനാളായ കന്നിമാസത്തിലെ ആയില്യം നാളിൻ്റെ തലേ ദിവസം, കന്നിമാസത്തിലെ പൂയം നാളിൽ ആണ് ഇവിടുത്തെ ദീപാരാധന നടക്കുന്നത്. ഇതേ ചടങ്ങ് തന്നെ തുലാമാസത്തിലും ആവർത്തിച്ചു വരുന്നതിനാൽ കന്നി, പൂയം എന്നീ 2 ദിവസങ്ങളിൽ മാത്രം ഇവിടെ ദീപാരാധന നടക്കുന്നു. എല്ലാ മാസങ്ങളിലും ഉള്ള ആയില്യം നാളും എല്ലാ ആഴ്ചയിലുമുള്ള ഞായറാഴ്ച ദിവസവും ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. കന്നിമാസത്തിലെ ആയില്യം മുതൽ ഇടവമാസത്തിലെ ആയില്യം വരെ എല്ലാ ഞായറാഴ്ചയും മാസത്തിൽ വരുന്ന ആയില്യം നാളിലും ഇവിടെ നൂറും പാലും എന്ന വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നതിനും ഇത് കണ്ട് തൊഴുന്നതിനും ധാരാളം ഭക്തജനങ്ങൾ ഈ ദിനങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. സർപ്പബലിയാണ് സർപ്പങ്ങളുടെ ഏറ്റവും പ്രധാനമായ വഴിപാട്. അതും കന്നിമാസത്തിലെ ആയില്യം മുതൽ ഇടവമാസത്തിലെ ആയില്യം വരെ ക്ഷേത്രത്തിൽ നിന്നും തീരുമാനിക്കുന്ന തീയതികളിൽ നടത്തപ്പെടും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച മുത്തുനാമതയമാകുന്ന സന്തതി വന്ന് പാലിച്ചു ദോഷങ്ങളെ അറിയിക്കുന്നേ. സന്തതിക്ക് ദോഷങ്ങളൊഴിയണേ, ദുരിതങ്ങളൊഴിയണേ, തീരാതെയുള്ള സർപ്പശാപങ്ങളൊഴിയണേ. രാവൃദോഷമൊഴിയണേ, വിഷഭയങ്ങളൊഴിയണേ, ശനിദോഷമൊഴിയണേ സന്തതിക്ക്. ശ്രീ പരശുരാമൻ മഴുകൊണ്ട് മണ്ണു വെട്ടിക്കൂട്ടി അതിന്മേൽ നാഗരാജ പ്രതിഷ്ഠ നടത്തിയതിനാലാണ്
വെട്ടിക്കോട്ട് എന്ന പേരുണ്ടായത്. ഭൂതലത്തിൽ ആദ്യമായി നാഗാധിരാജ പ്രതിഷ്ഠ നടന്നത് വെട്ടിക്കോട്ടാകയാൽ ആദിമൂലം വെട്ടിക്കോട്ട് എന്ന കീർത്തി അന്വർത്ഥം തന്നെയാണ്. വീണയാൽ പാടിച്ചു ദോഷങ്ങളെ അറിയിക്കുന്നേ നാഗരാജാവ് നാഗയക്ഷി മധുരമിന്ദ. ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിലേതിൽ നിന്നും മിക്കവാറും വ്യത്യസ്തമാണ്. എല്ലാ ദിവസങ്ങളിലും അതിരാവിലെ യഥാക്രമം അഭിഷേകം, നിവേദ്യ സമർപ്പണം, പൂജ ഇവ നടക്കുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞിരിക്കണമെന്ന് നിയമമുണ്ട്. തുടർന്ന് മധ്യാഹ്നത്തിന് മുമ്പായി ഉച്ചപൂജയും നടക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ വിദൂരദേശങ്ങളിൽ നിന്നുകൂടി വളരെയേറെ ഭക്തജനങ്ങൾ വന്നു ചേരുന്നതിനാൽ അവരുടെ സൗകര്യത്തെ പരിഗണിച്ച് ഉച്ചപൂജയുടെ സമയം നീണ്ടുപോകാറുണ്ട്. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷമേ നട അടയ്ക്കാറുള്ളൂ. കന്നി, തുലാം എന്നീ മാസങ്ങളിലെ പൂയം, ആയില്യം എന്നീ ദിവസങ്ങളിൽ മാത്രം ദീപാരാധനയും അത്താഴപൂജയും നടക്കുന്നു. സാധാരണ ദിവസങ്ങളിൽ തന്നെ ഞായറാഴ്ചകൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട്. എല്ലാ മാസങ്ങളിലെയും ആയില്യ ദിവസങ്ങളിൽ 100 പാലും എന്ന വിശേഷാൽ പൂജ നടക്കുന്നു. കൂടാതെ കന്നിമാസത്തിലെ ആയില്യം മുതൽ ഇടവമാസത്തിലെ ആയില്യം വരെ ഏകാദശി ഒഴിച്ചുള്ള എല്ലാ ഞായറാഴ്ചകളിലും 100 പാലും നടത്താറുണ്ട്. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് ആളുകൾ ധാരാളമായി എത്തിച്ചേരാറുണ്ട്. കുംഭമാസത്തിലെ ആയില്യം, ശിവരാത്രി എന്നീ ദിവസങ്ങളും മേടമാസത്തിലെ ബലഭദ്ര ജയന്തിയും വിശേഷാൽ ചടങ്ങുകളോടുകൂടി ആചരിക്കപ്പെടുന്നു. കന്നിമാസത്തിലെ ആയില്യമാണ് വെട്ടിക്കോട്ടായില്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്നേ ദിവസം ദേവന്റെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നു. ആയില്യത്തിന് 7 ദിവസം മുമ്പ് മുതൽ തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റ് സവിശേഷ ചടങ്ങുകളും ആരംഭിക്കുകയായി. പൂയത്തിനാൾ സർവാഡംബര വിഭൂഷിതനായ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും ദീപാരാധന ദർശിക്കുന്നത് ഒരു അസുലഭ ഭാഗ്യമായാണ് ഭക്തജനങ്ങൾ കരുതുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം പലവിധ വാദ്യങ്ങൾ മുഴക്കി അവർ ഭഗവാനെ സേവിക്കുന്നു. 10 മണിയോട് കൂടി നടയടച്ചാൽ കാവിന് പുറത്ത് കഥകളി നടത്താറുണ്ട്. ആയില്യം ദിവസം വെളുപ്പിന് നട തുറന്ന് നിർമാല്യ ദർശനം കഴിഞ്ഞ് അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ, 100 പാൽ എന്നിവയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി സർവാലങ്കാര വിഭൂഷിതനായ നാഗരാജാവിനെ എല്ലാവിധ വാദ്യമേളങ്ങളോടും കൂടി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ഈ എഴുന്നള്ളത്ത് കണ്ടു വന്നിക്കുന്നവർക്ക് 1 വർഷത്തേക്ക് വിഷഭയം ഉണ്ടാകില്ല എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകളൊന്നാണ് 100 പാലും. അതുപോലെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി
സന്താനങ്ങളില്ലാത്ത ആളുകൾ ഇവിടെ വന്ന് ഉരുളികമഴ്ത്ത് എന്ന വഴിപാട് നടത്താറുണ്ട്. അതുപോലെ തന്നെ അഷ്ടനാഗപൂജയും സർപ്പബലിയും പ്രത്യേകമായി നടത്താറുള്ള വിശേഷാൽ പൂജയാണ്. സർപ്പദോഷങ്ങളുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് ഇവിടുത്തെ ഭഗവാന്റെ അഭിഷേകജലം പ്രത്യേകമായി ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന തറയിലിരുത്തി ഒഴിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഭഗവാൻ ആടിയ എണ്ണ ഈ ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടി ഔഷധമായി ഇവിടെ നിന്ന് നൽകാറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ത്വക്ക് രോഗങ്ങളിൽ നിന്നും മോചിതരായി ഇവിടെ എത്താറുമുണ്ട്. നാലുകെട്ടിനകത്ത് എഴുന്നള്ളിച്ചിരുത്തിയിട്ടുള്ള പൂജാദികൾ കഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് പുള്ളുവന്മാരുടെ സ്തുതിഗീതങ്ങളോടെ അകത്ത് എഴുന്നള്ളിക്കുന്നു. സന്ധ്യയോടുകൂടി ഏറ്റവും പ്രധാനമായ സർപ്പബലി എന്ന ക്രിയ ആരംഭിക്കുന്നു. 10 മണിയോടുകൂടി സർപ്പബലി സമാപിച്ചാൽ നടയടയ്ക്കുന്നു. കശ്യപകുലാദികളായ അഷ്ടനാഗങ്ങൾ അനന്തൻ, ഗുളികൻ, വാസുകി, ശംഖപാലകൻ, തക്ഷകൻ, മഹപത്മൻ, പത്മൻ, കാർക്കോടകൻ എന്നീ ക്രമത്തിൽ മഹാദേവ സമേതം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഏക അഷ്ടനാഗ സങ്കേതം ഇവിടുത്തെ പ്രത്യേകതയായി കരുതപ്പെടുന്നു. അഭീഷ്ടസിദ്ധിക്കും നാഗപ്രീതിക്കും ദോഷപരിഹാരത്തിനുമായി ഇവിടെ അഷ്ടനാഗ പൂജയും അഷ്ടനാഗങ്ങൾക്ക് അഭിഷേകവും നടത്തപ്പെടുന്നു. മകത്തിൻ നാളിൽ ഇളനീരഭിഷേകം കഴിച്ച് ശുദ്ധികലശം ആടുന്നതോടുകൂടി ആയില്യത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുന്നു. തുലാമാസത്തിലും ഇതേ ചടങ്ങുകളോടുകൂടി ആയില്യം ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഊരാൺമ മേപ്പള്ളിൽ ഇല്ലക്കാർക്കാണ്. ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന കാലത്ത് പൂജാദികൾക്കായി പരശുരാമൻ പരദേശത്തു നിന്നും കൊണ്ടുവന്നു പാർപ്പിച്ച ബ്രാഹ്മണരുടെ പിൻതലമുറക്കാരാണ് മേപ്പള്ളിൽ ഇല്ലക്കാർ. മേപ്പള്ളിൽ ഇല്ലത്തിന്റെ മൂലസ്ഥാനവും തേവാരവും നിലവറയും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായി നിലകൊള്ളുന്നു. ഇവിടെ തേവാരമൂർത്തികളായി ഭദ്രകാളി, ദുർഗ, മഹാവിഷ്ണു, മഹാദേവൻ, യക്ഷി, ചാത്തൻ, മൂർത്തി എന്നീ ദേവതകൾ കുടികൊള്ളുന്നു. എല്ലാ ദിവസവും രാവിലെ ഇവിടെ പൂജാദികളുണ്ട്. അതിവിശിഷ്ടമായ മേപ്പള്ളിൽ നിലവറയും ഇതോടനുബന്ധിച്ച് കാണാം.
വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയോ ദ്വാദശി നാളിലോ ആയിരിക്കും നൂറും പാലും നടത്തുന്നത്. ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി വരുന്ന ഭക്തജനങ്ങൾ മൂലസ്ഥാനത്തും നിലവറയിലും ദർശനം നടത്തി സർപ്പദോഷത്തിന് അറുതി വരുത്തുന്നു. മറ്റ് സ്ഥലങ്ങളിലുള്ള സർപ്പക്കാവുകളിൽ നിന്നും ചൈതന്യത്തെ ആവാഹിച്ച് കാവ് മാറ്റിക്കൊണ്ടുവരുന്നവയെ കുടിയിരുത്തുന്ന പ്രത്യേക കാവാണ് ആഗമ സർപ്പക്കാവ്. ഇത് ക്ഷേത്രകുളത്തിന് തെക്കുവശത്തായി മതിലിനു വെളിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വർഷത്തിലൊരിക്കൽ തുലാമാസത്തിൽ ആയില്യം കഴിഞ്ഞുവരുന്ന ഒരു ഞായറാഴ്ചയായിരിക്കും നൂറും പാലും നടത്തുന്നത്. ഈ വനഭൂമിയിലെ ഓരോ കാഴ്ചകളും ഉള്ളിൽ ധ്യാനമന്ത്രങ്ങൾ നിറയ്ക്കുമ്പോൾ ഇവിടത്തെ ധന്യമാർന്ന ശാന്തതയിൽ ആത്മാവും ശരീരവും സ്വാസ്ഥ്യത്തിന്റെ സംഗമത്തിലെത്തുന്നു. നാം ഈ പ്രപഞ്ചപ്രാണന്റെ തുടർച്ചയാണെന്ന ബോധത്തിൽ മനസ്സ് ധ്യാനസങ്കേതങ്ങളെ തിരിച്ചറിയുമ്പോൾ വീണ്ടും വീണ്ടും ഈ വന അന്തരീക്ഷത്തിലേക്ക് വരുവാനും ഭഗവാന്റെ ദർശനം അനുഭവിക്കാനും ആത്മാവ് കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശേഷാൽ ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിനങ്ങളിലും സന്ധ്യയ്ക്ക് ക്ഷേത്ര അന്തരീക്ഷത്തിൽ വിളക്ക് കൊളുത്തുകയാണ് പതിവ്. വിളക്ക് കണ്ടു തൊഴുവാനുള്ള ഭക്തജനങ്ങൾ ക്ഷേത്ര അന്തരീക്ഷത്തിലേക്ക് വന്നു തുടങ്ങി. കാവിനുള്ളിലെ മരങ്ങൾ ധ്യാന നിശബ്ദതയിൽ നിൽക്കുമ്പോൾ ഭൂമിയിലേക്ക് ഇരുൾ പരക്കുകയായി. കാവിൽ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. ഭഗവാനു മുന്നിൽ നേർച്ചയായി ഭക്തജനങ്ങൾ തന്നെയാണ് ഈ ദീപക്കാഴ്ചകൾ സമർപ്പിക്കുന്നത്. ഓരോ ദീപങ്ങളും ഓരോ പ്രാർത്ഥനകളാണ്. മനസ്സിലെ ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ആത്മീയ യാത്രകളുടെ സായുജ്യം തന്നെയാണ് ഈ ദീപക്കാഴ്ചകൾ നമ്മിൽ നിറയ്ക്കുന്നത്. ഈ ത്രിസന്ധ്യയിൽ അനന്തശായിയായ ഭഗവാന്റെ രൂപം ഉള്ളിൽ തെളിയുകയായി. ഹരിസ്വരൂപനും നാഗാതിരാജനുമായ അനന്തഭഗവാന്റെ ദിവ്യ ചൈതന്യം കാവിലാകെ തെളിയുന്നു. അങ്ങനെ ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്ര ദർശനം ആത്മാവിനും മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും ചൈതന്യമേകുന്നു.